ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി അനാമിയെ കൂടെ ദേവയാനി കാണാൻ വന്നിട്ട് പറയുവാണ് കേട്ടോ. ഇടത്തിനെ ആദർശ് വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി വിളിച്ചെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ജാനകി ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചോദിക്കുക, ഇടത്തി അങ്ങോട്ടാണോ വിളിച്ചത് അതോ അവൻ ഇങ്ങോട്ടാണോ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇവർ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ദേവയാനി പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ജാനകി പറയാം, ഇപ്പം ഈ യാത്രയ്ക്ക് വിടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, യാത്രയ്ക്ക് വിട്ടതുകൊണ്ട് ഇനിയിപ്പോൾ ആദർശം ഒട്ടും ഇടത്തി പറയുന്നത് കേൾക്കാണ്ടാവും. അവളില്ലേ ആ നയന, അവളുടെ പക്ഷം പിടിച്ചായിരിക്കും. പിന്നെ ഇതൊന്നും പറയാനല്ല ഇപ്പം ഞങ്ങൾ വന്നത്. വെടിയെടുത്തവളുടെ 5-ാം മാസത്തെ ചടങ്ങ് നടത്തുവാണല്ലോ. ആ ചടങ്ങിന് അവളുടെ ഏറ്റവും ഇളയ അനിയത്തി ഉണ്ടല്ലോ നന്ദു, അവളിങ്ങോട്ട് വരരുതെന്ന് ഇടത്തി ഒന്ന് പറയണം എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് നബി അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അതേ സമയത്ത് അനാമിയ പറയുന്നുണ്ട്, നേരെ വല്യമ്മേ, ഇപ്പം തന്നെ ആദർശേട്ടനെ കൈവിട്ട് പോവും. ഇനിയിപ്പം അവളെ എത്ര അടുപ്പിച്ച് കഴിഞ്ഞാൽ അനിയും കൂടി എനിക്ക് മുഴുവനായിട്ട് നഷ്ടപ്പെടും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തേലുമൊക്കെ പറഞ്ഞ് വല്യമ്മ ഒന്ന് തടയണമെന്ന് പറയും കേട്ടോ. ഇത് കേട്ട് നവ്യ അങ്ങ് വന്നിട്ട് പറയാണ്, പിന്നെ എൻ്റെ ചടങ്ങുകൾക്ക് എൻ്റെ അനിയത്തി വരണ്ടേ? നിങ്ങളൊക്കെ പറയുന്ന പോലെ എങ്ങനെയാണ് കാര്യം നടക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മാറി നിൽക്കണം, അല്ലാതെ എനിക്ക് എൻ്റെ അനിയത്തിയോട് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഈ ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്ന ദേവേനി പറയുന്നുണ്ട്, ഇതിനൊക്കെ ഞാനല്ലല്ലോ തീരുമാനം എടുക്കണ്ടേ, അച്ഛനും അമ്മയോ. നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛനോടും അമ്മയോടും ചെന്ന് പറ, അവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നന്ദു എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ എന്ന് ദേവയാനി പറയുവാണ് കേട്ടോ ജാനകിയോടൊക്കെ. അത് കേട്ട് അവരങ്ങ് പോവുകയാണ്. അത് കഴിയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞിന് നൂലുകെട്ട് വരും, മറ്റ് ചടങ്ങ് വരും, അതിനൊക്കെ എന്നെ അനിയത്തിയോട് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അനാമികയുടെ സ്വഭാവം വല്യമ്മയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പോലും അവനെ അടുപ്പിക്കാത്തത്. നന്ദുവിനെ വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടിൻ്റെ മരുമകളാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും ഞാനും നയനയും അതൊട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ അവളിവിടെ വരുന്നതും കൂടെ തടയുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, എനിക്കിതൊന്നും അറിയില്ല, എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് അവർ ചെന്ന് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുക കേട്ടോ. അതേസമയം ജാനകിയും അനാമിയും ചെന്ന് ഈ കാര്യമെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് മോളെന്തിനാണ് വിഷമിക്കുന്നത്? അവരോട് കർക്കശമായിട്ട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാനാണ്. ഈ വീട്ടിലെ 2ാമത്തെ മരുമോളാണ് നവ്യ. അത് മാത്രമല്ല വീട്ടിൽ ആദ്യമായിട്ടുണ്ടാകുന്ന കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ പേരക്കുട്ടിയുടെ കുടുംബക്കാരോട് വരണ്ടെന്ന് പറയാൻ പറ്റുമെന്നില്ലല്ലോ, എല്ലാവരും വരണം. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നല്ലപോലെ തിളച്ച് നിൽക്കുന്ന അനാമിയെ മുത്തശ്ശനോട് വരുന്നുണ്ട്, എന്തൊക്കെ ചെയ്താൽ അവളെ അനിയുടെ അകത്തുനിന്ന് അകറ്റാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പിന്നെ ഓരോ കാരണങ്ങളുണ്ടാക്കി ഇങ്ങ് വരുവാ. ഇതെനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് മുത്തശ്ശൻ അറിയുമോ എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുന്ന മുത്തശ്ശൻ അനാമിയുടെ മുഖത്തടിച്ചോറ് പറയാണ്, മോക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക്കും ഞാനേക്കും തീരെ പിടിക്കുന്നില്ല. അതേ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവർക്കും എൻ്റെ തീരുമാനം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യപ്പെട്ടങ്ങ് ചോദിക്കുമ്പോഴേക്കും ജാനകി അനാമീനെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ചടങ്ങ് കുളവാക്കണം അമ്മേ, അവളെ ഒരു കാരണവശാലും ഇവിടെ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറി വന്ന് കഴിയുമ്പോഴേക്കും അനാമിക ഫോണെടുത്ത് നേരെ നന്ദുവിനെ വിളിക്കുവാണ്. നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും ഇവിടെ ചടങ്ങിന് വരാൻ പാടില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നന്ദു പറയുന്നുണ്ട്, നിന്നെ പേടിച്ച് ഞാൻ എന്തിനു വരാതിരിക്കണം, എന്നെ പ്രത്യേകം ക്ഷണിച്ചാണ്, പിന്നെ ചിലപ്പോൾ ഞാൻ വരാൻ സാധ്യതയില്ല, അത് നിന്നെ പേടിച്ചിട്ടാണെന്ന് നീ ഓർക്കരുത്, വേറൊന്നും കൊണ്ടല്ല, അവിടെ വന്നാൽ നിൻ്റെ മോന്ത കാണണമല്ലോ എന്ന് ഓർത്ത് മാത്രമെന്ന് പറഞ്ഞ് നന്ദു ഫോൺ വെക്കുക കേട്ടോ. ഇതെല്ലാം കേട്ടോണ്ട് അനി അങ്ങ് വരുവാണ്. അനി എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ ഇപ്പം എന്തിനാണ് നന്ദുവിനെ വിളിച്ചങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ അനാമിക പറയുന്നുണ്ട്, അതിന് നിനക്കെന്താ കുഴപ്പം, അവളെ കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നീയായിട്ട് അവളെ വിളിച്ച് വരുത്താനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അനാമിക മുറിയിൽ നിന്ന് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് അനി നന്ദുവിന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ, വോയിസ് മെസ്സേജ്. അനാമിക വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, താൻ എന്തായാലും വരാതിരിക്കരുത്, താനാണ് എനിക്ക് ആകെയുള്ള ആശ്വാസം, തനിക്കതറിയാമല്ലോ. എന്തായാലും അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അത് പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു ചടങ്ങിനും പിന്നെ തനിക്ക് വരലുണ്ടാവില്ല, താൻ വരണം ഉറപ്പായിട്ടും എന്ന് പറയും കേട്ടോ. ഈ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോഴേക്കും നന്ദുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് കനക അങ്ങ് വന്നിട്ട് പറയുന്നുണ്ട്, നന്ദു മോനെ, നിന്നെ കൊണ്ടുപോകാതിരുന്നത് അനാമിക അവിടെ ഉണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഓർത്ത്. പക്ഷേ ഇപ്പോഴും നയനമോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ചിട്ട് പറഞ്ഞു മോളെ പ്രത്യേകം കൊണ്ടുവരണമെന്ന്. അപ്പോൾ പിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാതിരുന്നാൽ അവരെന്ത് വിചാരിക്കും, അവർക്കതൊരു അപമാനമായിട്ട് തോന്നിയാലോ, അവിടെ മോള് വരണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവിന് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ കനകനെ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ, കാണിക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുക, അല്ല ഇപ്പം അമ്മ എന്താ പറഞ്ഞു വരുന്നേ, ഞാൻ വരണം എന്നാണോ? വേണേ വരാം, കുഴപ്പമില്ല എന്നിങ്ങനെ വെയിറ്റ് ഇട്ട് പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട്, വരുന്നൊക്കെ കൊള്ളാം മോനെ, പക്ഷെ ഒരു കാരണവശാലും അനിയെ കാണുമ്പോൾ മോൻ ഒരടുപ്പവും കാണിക്കരുതെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി അനീനെ അകറ്റി നിർത്തിയിട്ടുണ്ട്,
ഒരു നല്ല സുഹൃത്തും കൂടെയാണ് എനിക്ക് ഇനി എന്തായാലും അനിയനെ മാറ്റി നിർത്താൻ പറ്റുമല്ലോ. ഞാൻ മാറിപ്പോയതുകൊണ്ട് അവൻ ഒരുപാട് ഒറ്റപ്പെട്ടതായിട്ടും തനിച്ചായെന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവനെ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലോ, തെറ്റായിട്ടൊന്നും ഞാനും അനിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വന്നാലും ഞാൻ അവനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാട്ടോ. ഇത് കേൾക്കുന്ന കനകയ്ക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. കനക എന്നിട്ട് അന്ന് ജോത്സ്യൻ നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതേ സമയത്ത് നവ്യ നെയിൽ പോളിഷൊക്കെ ഇടുവാണ്. ഇതൊക്കെ മാറി നിന്ന് ദേവയാനി നോക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്തൊക്കെ പലഹാരം ഇഷ്ടമെന്ന് വെച്ചാൽ പറ. നിൻ്റെ വീട്ടിൽ നിന്ന് ഒരെടുപ്പത് സാധനമായിട്ടായിരിക്കുമല്ലോ ഇങ്ങ് വരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ മഹിമ കുറയ്ക്കാൻ പറ്റത്തില്ലോ, ഞങ്ങളും അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. നിൻ്റെ വീട്ടുകാർക്കും എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, വല്യമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഇവിടെ അമ്മായിയും എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവർ പറ്റുന്ന പോലെയൊക്കെ ചെയ്തോളും എന്ന് പറയും കേട്ടോ. അപ്പം ദേവേനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇനി അടുക്കളയിലെ പ്രധാന ഭരണം ഞാനാണ്. ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി, അല്ലാതെങ്കിൽ അമ്മ അടുക്കളയിൽ കയറണം. അമ്മയ്ക്ക് ഈ പ്രായത്തിൽ എന്തായാലും അടുക്കളയിൽ കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് നോക്കിക്കോളാം. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടെയുള്ള ആരെയും വിശ്വാസമില്ല എന്ന് പറയും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും നയന എങ്ങനെ ചെയ്യില്ല വല്യമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവളാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ എനിക്ക് ആരെയും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിൻ്റെ ടൂറ് പോയ അനിയത്തി താമസിക്കാതെ തിരിച്ചു വരുമല്ലോ, അവൾക്ക് എന്ത് പലഹാരങ്ങളാണ് ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അവൾക്കങ്ങനെ പലഹാരങ്ങളൊന്നും വേണമെന്നോ പ്രത്യേകിച്ച് ഒരു ഫുഡ് വേണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല, എന്ത് കൊടുത്താലും ഒരു പരാതിയില്ലാതെ കഴിക്കും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മോനിപ്പോൾ അവളെന്ന് വെച്ചാൽ ജീവനാണ്. അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് മാത്രം. പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചുള്ളതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന്, അതുപോലെയുള്ള മരുമക്കളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യയുടെ മുഖത്തെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ പയ്യെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട്, ഒരു വെള്ള കടലാസിൽ നിങ്ങളൊക്കെ എന്താ ഇഷ്ടം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാനത് എഴുതി ഉണ്ടാക്കി വെച്ചേക്കാം. ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മരുമോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോന് വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പോഴേക്കും ദേവയാനിയോട് ചിരിച്ച നവ്യ, ശരി വല്യമ്മ അങ്ങനെ ചെയ്യാമെന്ന് പറയും കേട്ടോ. ദേവയാനി ഇങ്ങ് പോയി കഴിയുമ്പോഴേക്കും നവ്യ ചിന്തിക്കുവാണ്, നയന കൊടുത്ത കരൾ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്, എന്നിട്ടും എന്തൊക്കെയാണ് പറയുന്നത്, ഇവരൊക്കെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാവുകയില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്